ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സൈബർ ആക്രമണം നടന്നാലോ CPI-യുമായി ബന്ധപ്പെട്ടവർക്ക് സൈബർ ആക്രമണം നടന്നാലോ അസാധാരണമായ വേഗത്തിൽ അന്വേഷണം നടക്കുന്നു, പ്രതി ചേർക്കപ്പെടുന്നു. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. എന്നാൽ CPM അനുഭാവികളാൽ, പ്രവർത്തകരാൽ, സൈബർ പ്രൊഫൈലുകളാൽ ആക്രമിക്കപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ നൽകുന്ന പരാതിയിൽ ഒച്ചിഴയും വേഗം എന്നൊക്കെ പറഞ്ഞാൽ അത് വീണ്ടും പോലീസിന് ഒരു അഡ്വാൻറ്റേജ് ആയി പോകും. അതിനേക്കാൾ മന്ദഗതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. CPM-ന്റെ ഒരു നിലപാട് എന്താണ്? അതിൽ പോലീസിന് മേൽ ഇടപെടൽ CPM ബോധപൂർവം വരുത്തുന്നുണ്ടോ ഇത് തിരുത്താനെങ്കിലും? അത് ഉത്തരം പറ. അല്ല, സൈബർ ആക്രമണം മാത്രമല്ല, മുഖ്യധാര ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും വളരെ വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വെച്ചിട്ടാണ്. എന്തോ എങ്ങനെ ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോർ ചെയ്തൊരു പ്രധാനപ്പെട്ട പ്രയോഗം ഞാൻ കണ്ടു. അത് ശൈല ടീച്ചർ ജെനുവിനിറ്റി ഉള്ള ആളല്ല എന്നാണ്. എന്നിട്ട് അങ്ങനെ ശൈല ടീച്ചർ ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വിദേശത്തെ ഏതോ സർവകലാശാലയിൽ പോയി പഠിച്ച് അതിന് ബിരുദം കിട്ടിയ ആളാണല്ലോ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ. വേണ്ട വേണ്ട ഇവനെ വിട്ടുകളി. ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു എന്ന ആരോപണം നേരിടുന്ന ഒരാള് ജെനുവിനിറ്റിക്ക് സർട്ടിഫിക്കറ്റ് അടിക്കുന്ന കമ്മട്ടം ഉണ്ടാക്കിയിരിക്കുകയാണോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. നിങ്ങള് ശൈല ടീച്ചറെ പോലൊരു നേതാവിനെതിരായിട്ടാണോ ഈ കള്ളത്തരങ്ങൾ പറയുന്നത്? ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ, ജോ ജോസഫിനെതിരെ വ്യാജ വീഡിയോ ഇറങ്ങി എന്ന വിവാദം വന്നപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമായവരെ പിടികൂടി പോലീസ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. കാക്കനാട് ജയിലിലിട്ടു, റിമാൻഡിൽ കിടന്നു. ചെയ്തെന്താണ്? പ്രചരിപ്പിച്ചവരാണല്ലോ അന്ന് പ്രതി ചേർത്തത്, പിടികൂടി അകത്തിട്ടത്. ഇവിടെ പ്രചരിപ്പിച്ചവർ സാക്ഷികളാണ്. 20-ാം സാക്ഷി, 21-ാം സാക്ഷി, 22-ാം സാക്ഷി എല്ലാം CPM-കാരാണ്. അപ്പോ കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താൽ അവൻ പ്രതിയും CPM പ്രവർത്തകർ ചെയ്താൽ അവർ സാക്ഷികളുമാകുന്നത് എങ്ങനെയാണ് ശ്രീ കെ അനിൽകുമാർ? ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതല്ലടാ, ഞാൻ ആദ്യം ഒരു പരാജയം സമ്മതിക്കല്ലേ. ഞാൻ അങ്ങ് ദയവായി ഒന്ന് കേൾക്കുമെങ്കിൽ ഞാനൊരു പരാജയം സമ്മതിച്ചു. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തില് ടീച്ചർക്കെതിരായിട്ട് ബോംബമ്മ എന്നൊരു പ്രയോഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ പടം വെച്ചൊരു വീഡിയോ. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കാഫൂർ വരുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അവസാനം ഈ 3 തുടർച്ചയായിട്ട് 4ാമതൊരു തുറുപ്പ് ചീട്ട് കൂടി എതിർഭാഗത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. എന്ന നിലയ്ക്ക് ഈ സ്ക്രീൻഷോട്ട് KK ലതിക MLA അവര് ഇതെടുത്ത് അവതരിപ്പിച്ചു എന്നുള്ള വസ്തുതയാണ്. ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് തന്നെയാണ് ഇപ്പൊ ശൈല ടീച്ചർ പറഞ്ഞത്. നിയമലംഘനം തെറ്റല്ലാതാകുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ജോ ജോസഫിന്റെ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട് അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ്, അവരെ പിടിച്ച് അകത്തിട്ട പോലീസ്, അത് പ്രചരിപ്പിച്ചതിനാണ് അവർക്കെതിരെ കേസെടുത്തതും അകത്തിട്ടതും. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ആ നിയമം ഈ നാട്ടിൽ, കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത് KK ലതിക എന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ MLA, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവിന് ബാധകമല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യാജ വീഡിയോയും കാഫിർ പ്രയോഗമുള്ള സ്ക്രീൻഷോട്ടും ഒരുപോലെയാണ്. അയ്യോ, വർഗീയ ഉള്ളടക്കമുള്ള ഒരു നാടിനെ മുടിപ്പിക്കുന്ന പരാമർശമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അങ്ങനെ സാമാന്യവൽക്കരിക്കുന്നത് എന്ത് താരതമ്യമാണ്? ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതെന്ത് താരതമ്യമാണ്? വ്യാജ വീഡിയോ വന്നപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ, പ്രവർത്തകർ ആ വ്യാജ വീഡിയോ ഫേസ്ബുക്കിൽ അറ്റാച്ച് ചെയ്താണോ പ്രചരിപ്പിച്ചത്? അല്ലല്ലോ. ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ പ്രചരിക്കുന്നുണ്ട്, അത് സ്ഥാനാർത്ഥിക്കെതിരായ വ്യാജ പ്രചരണമാണ് എന്ന് കുറിപ്പെഴുതി. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അത് വർഗീയ ഉള്ളടക്കമുള്ളതാണ്, ശ്രദ്ധിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എന്ന് കുറിപ്പെഴുതുകയാണോ ചെയ്തത്? ആ വ്യാജ സ്ക്രീൻഷോട്ടിന് പ്രചാരണം കൊടുക്കുകയായിരുന്നു CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KK ലതിക. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അങ്ങ് പറയുന്നത് സ്വീകരിക്കണമെങ്കിൽ അങ്ങ് ദയവായി ഒരു സഹായം ചെയ്യണം. എന്താണ് KK ലതിക കുറിച്ചത്?
എന്താണ് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർ ഉപയോഗിച്ചത്? ഇത് പ്രചരിപ്പിക്കണം എന്നല്ല, ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയാണോ എന്ന് കേക്കലതൊക്കെ ചോദിച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നേ പറയൂ. അതിനർത്ഥം തെറ്റായി നടക്കുന്നൊരു ആശയത്തെ തള്ളിക്കളയാണ് ചെയ്തത്. തള്ളിക്കളയാൻ പോലും ഈ സ്ക്രീൻഷോട്ട് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ ശൈലി ടീച്ചർ പറയുന്നത്. ഞങ്ങളുടെ നിലപാടതാണ്. ഭയങ്കരം തന്നെ. നിങ്ങൾ തന്നെ എത്ര ദിവസം ചർച്ച ചെയ്തു? AK സെന്റർ ആക്രമിച്ചിട്ട് EP ജയരാജനും സിമി ടീച്ചറൂടെ ചെയ്തു എന്ന് പ്രചരിപ്പിച്ചിട്ട് 50 ദിവസക്കാലം കിട്ടിയോ ചർച്ച ചെയ്തു നിങ്ങൾ. അതിനൊന്നും ഇല്ലേ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ട് ആ പാർട്ടി ഭരിക്കുമ്പോൾ പോലീസിന് പദ്ധതി കിട്ടിയില്ലെങ്കിൽ അത് ചോദിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി കൂടെയാണ് ഞങ്ങൾ കാണുന്നത്. കിട്ടുന്നത് വരെ ചോദിച്ചു, അന്ന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴും ചോദിക്കുമായിരുന്നു. ഇതെന്താ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ്, ആ പോലീസിന് ആ നാട് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ബോംബെറിഞ്ഞാൽ ആ പ്രതിയെ പിടികൂടാൻ 50 ദിവസം എടുത്തെങ്കിൽ അത് വീഴ്ചയല്ലേ കെ അനിൽകുമാർ? അത് ചോദിക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ മറുപടി എന്താ? ശ്രീ അനൂപെ, ആദ്യം ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തിപരമായി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം എനിക്കെതിരായിട്ട് വ്യക്തിപരമായ ഒരു അധിക്ഷേപം പറഞ്ഞു. എന്താ ഉറക്കം വരുന്നു. ഞാൻ വ്യാജമായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ പരാതി. ആ പരാതിയിന്മേൽ ശ്രീ അനിൽകുമാർ 8 മാസമായിട്ട് ഇന്നത്തെ ദിവസം വരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരായിട്ട് FIR പോലും ഇല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇന്നത്തെ ദിവസം വരെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കാൽ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇനിയും ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോഴെങ്കിലും അങ്ങയുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പേരിനെങ്കിലും ഒരു FIR എടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, പേരിനെങ്കിലും ഒരു FIR എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളുകളിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഒരു ആധികാരികത ഉണ്ടാകുമെന്ന് മാത്രം ആ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. താങ്കൾ പറഞ്ഞല്ലോ വ്യാജമായ പ്രചരണങ്ങളെ പറ്റി. ഒന്നാമത്തെ കാര്യം, താങ്കൾക്ക് വടകരയുടെ ഡെമോഗ്രഫി അറിയുമോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഇപ്പോൾ അധിക്ഷേപിച്ച ശ്രീ NP ചേക്കുട്ടി സാറിന് അതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് അറിയാം. വടകര എന്ന് പറയുന്ന 70% വരുന്ന ഹിന്ദു മതവിശ്വാസികളും നാമധാരികളുമുള്ള ഒരു മണ്ഡലം. 70% വരുന്ന ഹിന്ദു മതവിശ്വാസികളും നാമധാരികളുമുള്ള ഒരു മണ്ഡലത്തിൽ അങ്ങ് പറയുന്നത് UDF ഒരിടത്തും തിരിച്ചാണെങ്കിലും വർഗീയത ഇളക്കി വിടില്ല. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. അങ്ങനെ ഒരു മണ്ഡലത്തിൽ UDF വർഗീയത അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയത അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അതിന് ബെനിഫിഷ്യറി ആരാണ് ശ്രീ അനിൽകുമാറെ? ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ CPM-നകത്ത് ഏറ്റവും അധികം ജെന്യുവിനിറ്റി ഇല്ലാത്ത നേതാക്കന്മാരിൽ ഒരാൾ ശ്രീമതി KK ശൈലജയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ദേശാഭിമാനി എനിക്കെതിരായിട്ട് എൻ്റെ പേര് വെച്ചിട്ട് 6 വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ഈ വ്യാജ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ടും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടും. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞാൻ ചോദിച്ചോട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത്തരത്തിലൊരു വീഡിയോ അപ്പോൾ പിറ്റേ ദിവസം ദേശാഭിമാനി ഇറക്കിയല്ലോ. ആ വീഡിയോ നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ്. ഞാൻ ആ ദേശാഭിമാനിയുടെ മാധ്യമപ്രവർത്തനോട് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചാൽ മതിയോ? എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ശ്രീമതി KK ശൈലജ മകന്റെ പ്രായമുള്ള ഒരാളെ പറ്റി വർഗീയതയുടെ ചാപ്പയിൽ കുരുത്താൻ ശ്രമിച്ചില്ലേ? കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി പാലക്കാട് പോലും ഹൈലി സോഷ്യലി കൾച്ചേർഡ് ആയിട്ടുള്ള ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ, ഒരു സെക്കുലർ ഫാബ്രിക്കിൽ നിൽക്കുന്ന മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങളൊരു വർഗീയ കള്ളിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോ വടകരയിലെ ജനങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. ഉള്ളംകൈ നീട്ടിയിട്ടാണ് നിങ്ങൾക്ക് കരണത്തടി വന്നിരിക്കുന്നത്. ആ കരണത്തടി കൊണ്ടതിന്റെ നല്ല വേദനയും നീര് മുഖത്ത് കാണും, അതിന്റെ ചമ്മലും കാണും. അവസാനിച്ചിട്ടില്ല ശ്രീ അനിൽകുമാറെ. നിങ്ങളുടെ പാർട്ടിക്കാരുൾപ്പെടെ അതേ പറയുന്നത്. വടകരയുടെ പ്രചരണത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ പാർട്ടി പോക്കറ്റുകൾ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ല. എന്താ കാരണം? UDF അഴിച്ചുവിട്ട ഏതെങ്കിലും വർഗീയ പ്രചരണം ആണോ അതിന് കാരണം? UDF ഒരു വർഗീയ പ്രചരണം നടത്തിയില്ല, രാഷ്ട്രീയ പ്രചരണം നടത്തിയത്. മുതലും പലിശ ചേർത്ത് കിട്ടി.
ആരും കണ്ടില്ല വാ. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.